ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE സിലബസ് ആയാലും എല്ലാവരുടെയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ എൻട്രൻസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു ധാരണയും കൂടെ നമ്മൾക്ക് മസ്റ്റായിട്ടും ഉണ്ടാവണം. സോ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടക്ക സമയമാണ്. സോ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 2 hours ഒരു സെഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സോ അതിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ലൈവായിട്ട് ക്ലാസ്, ഇപ്പോൾ മാത്സിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ മാത്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന സബ്ജക്റ്റ്. അപ്പം നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ പേര് കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്തുണ്ടാവണം, ഒരു നോട്ട് ബുക്ക് മസ്റ്റായിട്ടും ഉണ്ടാവണം. അതിൽ ബാക്കിൽ കൂടെ ഫിസിക്സ് എഴുതുക, നടുക്കൂടെ കെമിസ്ട്രി എഴുതുക, ആ രീതി നമ്മൾ ചെയ്യരുത്, നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. സോ 3 സബ്ജക്റ്റിനും കൂടെ നമുക്ക് എന്ത് വേണം, നമുക്ക് നോട്ട് ബുക്കുകൾ കയ്യിലുണ്ടാവണം. അപ്പോൾ മാത്സിൻ്റെ മാത്രമാണെങ്കിൽ മാത്സിൻ്റെ നോട്ട് ബുക്ക് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. ദെൻ നിങ്ങൾ ക്ലാസ് കാണുകയാണ് അല്ലേ, ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, സാറ് ലൈവായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നു. സോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ സെഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ചാപ്റ്ററിൻ്റെ ആദ്യം തുടങ്ങുന്നു, അപ്പോൾ ഒരു കാര്യം പറയും. അപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി ശീലിക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്കറിയാം, പിന്നീട് നമ്മൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഓക്കെ നമ്മൾ വീണ്ടും ആ ക്ലാസ് കണ്ട്, എക്സാമിൻ്റെ തലേദിവസം വീണ്ടും ആ ക്ലാസ് കണ്ട് സ്ലൈഡ് നോക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ബുക്കും വേണം, അതോടൊപ്പം തന്നെ ഒരു A4 ഷീറ്റ് കൂടെ കയ്യിൽ കരുതുക കേട്ടോ. A4 ഷീറ്റ് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പം നോട്ട് ബുക്ക് എടുക്കുന്നു, സാറ് പറയുന്നു, ക്ലാസ്സിൽ കേൾക്കുന്നു. ആ കേൾക്കുന്നതിൽ നിന്ന് എല്ലാം അതേപോലെ സ്ലൈഡിലുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ, ഓക്കെ ഇപ്പം എന്താണ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ റിലേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. സോ റിലേഷനെ പറ്റി സാറ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. അല്ലാതെ സ്ലൈഡിൽ കാണുന്ന പ്രോപ്പർ ഡെഫിനിഷൻ തന്നെ എഴുതി വെക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എപ്പോൾ, പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഞാനൊരു A4 ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്ട് കട്ടുകൾ പറയും അല്ലേ. അപ്പം നമ്മൾ സ്കൂളിൽ ജനറൽ വേയിൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ബ്രീഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ എൻട്രൻസിന് നമുക്കൊരു ഓപ്ഷൻ മാത്രം പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് കട്ടുകൾ കൂടുതലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തരുമ്പം ഈ ഷോർട്ട് കട്ടുകൾ മാത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കാം നല്ലത്, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്താലും കുഴപ്പമില്ല. ബുക്ക് എടുക്കുമ്പോഴത്തെ പ്രശ്നം, ഈ ബുക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന സമയത്ത് ഇത്രയും ബുക്കിനകത്ത് ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഞാൻ പഠിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് അത് നോക്കാതിരിക്കാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുണ്ടാകുന്നത്. സോ A4 ഷീറ്റിലാണെങ്കിൽ റിലേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ 2 സൈഡിൽ നിങ്ങൾ ഷോർട്ട് കട്ട് അത്രയും കാണുകയുള്ളൂ, അത്രയും ഷോർട്ട് കട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പേപ്പറിൽ മാത്രം നമുക്ക് ഷോർട്ട് കട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ വെച്ചിരിക്കുന്ന ബുക്കിൽ റിലേഷൻ ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലബ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്ട് കട്ടുകൾ മുഴുവൻ ഞാൻ നോക്കിയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പമായിരിക്കും. ഒരുപാടുണ്ട് പഠിക്കാൻ എന്നുള്ളൊരു തോന്നൽ നമുക്ക് മാറിക്കിട്ടും. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ് ഇന്ന് കണ്ടു കഴിഞ്ഞു, പാർട്ട് 1 ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി പാർട്ട് 2 നാളെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പാർട്ട് 2ലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ ക്ലാസ് കാണാതെ പാർട്ട് 2 കണ്ടാൽ വല്ലതും മനസ്സിലാവുമോ? ഇല്ല. കാരണം മാത്സിലെന്നല്ല, ഏത് സബ്ജക്റ്റ് എടുത്താലും ഒന്നിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, റിലേഷൻ ഫംഗ്ഷൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടു, നാളെ പാർട്ട് 2ൻ്റെ ക്ലാസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പാർട്ട് 1ൽ എന്തൊക്കെയാണോ പഠിച്ചതെന്നുള്ളത് വീണ്ടും ക്ലാസ് കാണുകയോ സ്ലൈഡ് നോക്കുകയോ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. പകരം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ നോട്ട് ബുക്കിലെയും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പറിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതിനകത്ത് ചെയ്യിപ്പിച്ച് എല്ലാ പ്രോബ്ലം നോക്കണമെന്നല്ല പറയുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് ഞാൻ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ദെൻ അത് വെച്ചിട്ട് വേണം പാർട്ട് 2ൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോൾ ഇന്ന് പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 2 കഴിയുമ്പോഴും നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ സാറ് പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈസി വേയിൽ എന്ത് ചെയ്യുക, അത്
അത് എഴുതി വെക്കുക. ഓക്കെ, കുറച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചാലും നല്ലതായിരിക്കും. ഇനി നാളെ കഴിഞ്ഞ് പാർട്ട് 3 വരികയാണ്. പാർട്ട് 3 വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ നോക്കിയിട്ട് വേണം പാർട്ട് 3യിലേക്ക് പോകാൻ. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, പാർട്ട് 1 ഓൾറെഡി ഞാൻ നോക്കിയതാണ്. സോ വീണ്ടും പാർട്ട് 1 നോക്കാൻ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഒരു 15 മിനിറ്റ് എടുത്തെങ്കിൽ പിന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മാത്രമേ ആ പാർട്ട് 1 നോക്കാനായിട്ട് സമയം എടുക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓരോരോ സെഷൻസ് കഴിയുമ്പോഴും എന്ത് ചെയ്യുക? ആ പാർട്ട് 1ൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള റിവിഷനിൽ വളരെയധികം സഹായമാവുകയും ചെയ്യും അത്. ഓക്കെ, ഇനി നമ്മൾ മാത്സിനെ പറ്റി മാത്രമല്ല പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്കറിയാം ചില ഫോർമുലാസും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും അല്ലേ? ഇങ്ങനെ മറന്നു പോകുന്ന ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരാ കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയും കൂടെ വേണം. ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിററിൻ്റെ അവിടെ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഒട്ടിച്ച് വെക്കാം. സോ നമ്മളിപ്പോൾ അത്രയും സമയം നിൽക്കുന്ന സമയത്ത് വെറുതെ അതിലൊന്ന് എന്നും ഡെയിലി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയും കേട്ടോ. അതായത് നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു അർത്ഥം. മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഇക്വേഷൻസ് നമ്മൾ പിന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഡിവൈഡഡ് ബൈ ആണോ മൾട്ടിപ്ലൈഡ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി അത് കാണുന്ന സമയത്ത് നമ്മൾ മറന്നു പോകത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഡയഗ്രാംസ് നമുക്ക് പഠിക്കുന്ന സമയത്ത് ലേബലിംഗ് ഒക്കെ കാര്യങ്ങൾ വേണ്ടടുത്ത് നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാക്കാം. ഓക്കെ, ഇത് അവിടെ ഇതാണോ ഇവിടെ ഇതാണോ? അപ്പോൾ ഈ ഡയഗ്രാം ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകത്തില്ല. അതൊരു എക്സാമ്പിൾ, ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ടി വിയിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ഡയലോഗും പാട്ടും അതിനകത്ത് മ്യൂസിക് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഓർമ്മയുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ആവശ്യത്തോടുകൂടി മനസ്സിലിരിക്കുകയുള്ളൂ. അല്ലാതെ ഇത് വെറും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കുക. ഇനി എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പം ഒരു വീക്കെൻഡ് വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സബ്ജക്റ്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു സൺഡേ ഒരു ദിവസം നിങ്ങൾക്ക് ലീവായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ക്വിക്കായിട്ട് ഒരു പാർട്ട് 1 മുതൽ പാർട്ട് 7 വരെ ഒരു ചാപ്റ്ററിന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പഠിച്ച് തീർത്തവരാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതിയായിരിക്കും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനും പറ്റും, കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഇതേപോലെയുള്ള വേറെ പല ട്രിക്കുകളും പല വിദ്യകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ബൈ.